ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ജോബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് IPPB സ്പെഷ്യലിസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ. ഷോർട്ട് നോട്ടിഫിക്കേഷന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ഇത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷന്റെ വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റുകളും ഏകദേശം 1 lakh എബോവ് സാലറി ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം 21/12/2024. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 10/1/2025 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഏജ് ലിമിറ്റ് ആൻഡ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് വൺ അസിസ്റ്റന്റ് മാനേജർ 20 മുതൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണ്ട. മാനേജർ 23 to 35, 3 year എക്സ്പീരിയൻസ് നീഡഡ്. സീനിയർ മാനേജർ 26 to 35 years, 6 years എക്സ്പീരിയൻസ് നീഡഡ്. അതുപോലെ തന്നെ കോൺട്രാക്ച്വൽ അപ്പോയിൻമെന്റിനും അത് ബാധകമാണ്. സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് നോട്ട് മോർ ദാൻ 50 years ആണ്. മിനിമം 6 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഡീറ്റെയിൽസ് ഓഫ് നമ്പർ ഓഫ് റെഗുലർ വാക്കൻസീസ് ആണ്. ആൻഡ് ഓൾസോ ബാക്ക്ലോഗ് വാക്കൻസീസും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ അസിസ്റ്റന്റ് മാനേജർ IT, നമ്പർ ഓഫ് വാക്കൻസി 54, ജനറൽ 33, OBC 8, EWS 5, SC 6, ST 2. മാനേജർ IT പേയ്മെന്റ് സിസ്റ്റം ഒരു പോസ്റ്റേ ഉള്ളൂ, അത് STയിലാണ്. മാനേജർ IT ഇൻഫ്രാസ്ട്രക്ചർ 2 പോസ്റ്റ് ഉണ്ട്, OBCയിൽ 1, STയിൽ 1. മാനേജർ IT എന്റർപ്രൈസസ് ഡാറ്റ ഒരു പോസ്റ്റ്, STയിലാണ്. സീനിയർ മാനേജർ IT ഒരു പോസ്റ്റ് ഉണ്ട്, അത് OBC കാറ്റഗറിക്കാണ് ആ പോസ്റ്റ് ഉള്ളത്. സീനിയർ മാനേജർ IT ഇൻഫ്രാസ്ട്രക്ചർ ഒരു പോസ്റ്റ്, SC കാറ്റഗറി. സീനിയർ മാനേജർ IT വെൻഡർ ഒരു പോസ്റ്റ്, അത് ST കാറ്റഗറിയിലുമാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കോൺട്രാക്ച്വൽ അപ്പോയിൻമെന്റ് നമുക്ക് നോക്കാം. ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് 7 പോസ്റ്റ്, ജനറൽ 4, OBC 2, SC 1. നെക്സ്റ്റ് വൺ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഫസ്റ്റ് വൺ അസിസ്റ്റന്റ് മാനേജർ IT. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാ പോസ്റ്റിനും ഏകദേശം സെയിം ആണ്. BTech, BE ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക്സ്. ഇതൊക്കെയാണ്. കാൻഡിഡേറ്റ്സ് വിത്ത് 1 year എക്സ്പീരിയൻസ് ഇൻ IT ഡൊമൈൻ ഇൻ ബാങ്ക് ആണ് എക്സ്പീരിയൻസിൽ ചോദിച്ചിട്ടുള്ളത്. IT പേയ്മെന്റ് സിസ്റ്റം സെയിം ക്വാളിഫിക്കേഷൻ ആണ്, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അതുകൂടാതെ ഈ പോസ്റ്റിന് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് 3 വർഷത്തെ IT എക്സ്പീരിയൻസ് ആവശ്യമാണ്. അത് ബാങ്കിലോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളോ ആയാൽ നല്ലത്. മാനേജർ IT ഇൻഫ്രാസ്ട്രക്ചർ, നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ BE, BTech, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് 3 വർഷത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. മാനേജർ IT എന്റർപ്രൈസസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെയിം ആണ്. BE, BTech, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, IT, 3 year എക്സ്പീരിയൻസ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. സീനിയർ മാനേജർ IT പേയ്മെന്റ് സിസ്റ്റം, മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BE, BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, 6 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ കമ്പ്യൂട്ടർ ഡൊമൈൻ. സീനിയർ മാനേജർ IT ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ക്ലൗഡ് സെയിം ക്വാളിഫിക്കേഷൻ ആണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് 6 year ആണ്. മാനേജർ വെൻഡർ IT ഔട്ട്സോഴ്സിംഗ് ഇതൊക്കെയാണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് 6 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് സെക്ടർ. നെക്സ്റ്റ് വൺ കോൺട്രാക്ച്വൽ പോസ്റ്റ് ആണ്. സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ക്വാളിഫിക്കേഷൻ BSc ഇലക്ട്രോണിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി, BTech, BE ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി, MSc ഇലക്ട്രോണിക്സ് ഫിസിക്സ് ഇതൊക്കെയാണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് 6 years എക്സ്പീരിയൻസ് സൈബർ സെക്യൂരിറ്റി ഡൊമൈൻ ഇൻ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ. സെലക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ വിൽ ബി മെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് ഇന്റർവ്യൂ ഓൺലി. പക്ഷേ ബാങ്കിന് ഏത് തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്താം. ഇൻ അഡീഷൻ ടു ഇന്റർവ്യൂ, അസസ്മെന്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓൺലൈൻ ടെസ്റ്റ് ഏത് വേണമെങ്കിലും നടത്താം. അപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ SC, ST, PWD 150 ഓൺലി. ഫോർ ഓൾ അതർ കാൻഡിഡേറ്റ് 750 ആണ് അപ്ലിക്കേഷൻ ഫീ. അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സ്ഡ് ബൈ 5 years ഫോർ SC, ST, 3 years ഫോർ OBC, PWD ജനറൽ 13. ഇങ്ങനെയാണ് റിലാക്സേഷൻ വരുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്ന സാലറിയാണ്. സ്കെയിൽ 3 ഓഫീസേഴ്സിന് ഏകദേശം 2,25,937 rupees സാലറി ലഭിക്കും. സ്കെയിൽ 2 ഓഫീസേഴ്സിന് 1,77,144 rupees സാലറി ഉണ്ട്. സ്കെയിൽ 1ന് 1,40,398 സാലറി ലഭിക്കും. അതുകൂടാതെ സർവീസ് എഗ്രിമെന്റ് ബോണ്ട് കൂടി ഇതിൽ പറയുന്നുണ്ട്. ഈ എഗ്രിമെന്റ് പറയുന്നത് നിർബന്ധമായും 36 months 36 മാസത്തോളം സ്കെയിൽ 1, 2, 3 ഓഫീസേഴ്സ് നിർബന്ധമായിട്ടും മാൻഡേറ്ററി ആയിട്ട് വർക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം 2 ലക്ഷം രൂപ പ്ലസ് GST തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ സർവീസ് അഗ്രിമെന്റ്. പ്രൊസീജിയർ ഫോർ അപ്ലൈങ് ഓൺലൈൻ, അതൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷന്റെ താഴെ തന്നെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.